നമ്മളെ ഫോണിൻ്റെ ഗാലറിയിലുള്ള ഒരു വീഡിയോ, ആ വീഡിയോ നമുക്ക് വീഡിയോ ആയിട്ട് വേണ്ട, ഓഡിയോ ആയിട്ട് മതി. അതിൽ ഇപ്പോൾ ഒരു പാട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രസംഗം ഉണ്ടെങ്കിൽ അതിൻ്റെ വിഷ്വൽ നമുക്ക് വേണ്ട, ഓഡിയോ മാത്രം മതി. എങ്ങനെ എടുക്കുക? നമ്മളെ ഫോണിൽ നിന്ന് ഒരു ആപ്ലിക്കേഷനും ഇല്ലാണ്ട് നമ്മളെ ഫോൺ ഉപയോഗിച്ചിട്ട് ഒരു വീഡിയോ നമുക്ക് ഓഡിയോ ആക്കി സേവ് ചെയ്യുക. അതെങ്ങനെ അറിയോ? അതൊന്ന് കാണിച്ചു തരാം. ആദ്യം നിങ്ങളുടെ ഫോണിലുള്ള ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. ചില ഫോണിൽ ഡിഫാൾട്ടായിട്ട് മൈ ഫയൽ എന്ന് പറഞ്ഞിട്ട് ഫയൽ മാനേജർ ഉണ്ടാവും, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഫയൽസ് ഉണ്ടാവും. ഏതായാലും ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. ഗാലറി അല്ല കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ മൈ ഫയൽസുകളിൽ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ ഓഡിയോ ആക്കി മാറ്റേണ്ടിയത് അതൊന്ന് സെലക്ട് ചെയ്യുക. ഇതിൽ വീഡിയോ എന്നുള്ളതിൽ ഈ ആകെ ഒരു വീഡിയോ ആണല്ലോ. അത് തന്നെ ഞാൻ ജസ്റ്റ് ഇതിലേക്കൊന്ന് ഇട്ടതാണ് ഈ വീഡിയോ കാണിക്കേണ്ടിയിട്ട്. ആ വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ കഴിഞ്ഞ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ. ഇനി ഇതൊന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്താൽ താഴെ ഭാഗത്ത് 3 ഡോട്ട് ഉണ്ടാവും, ചില ഫോണിൽ മേലെ ഭാഗത്തുണ്ടാവും. എങ്ങനെയായാലും ഇതിൻ്റെ ഓപ്ഷൻസുള്ള ഒരു 3 കുത്തോ 3 വരയോ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാവും. അതിൽ മെല്ലെ ഒരു കുത്തിയാൽ ഇവിടെ റീനെയിം എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോൻ്റെ പേര് ഇവിടെ കാണും. ലാസ്റ്റ് അതിൻ്റെ ഫോർമാറ്റ് MP4 എന്നുണ്ടാവും. ആ MP4 എന്നുള്ളതിൽ ആ 4 അങ്ങ് മായ്ച്ച് കളിയുക, എന്നിട്ട് 3 ആക്കി കൊടുക്കുക. അപ്പോൾ വീഡിയോൻ്റെ പേര് അവിടെ ഉണ്ട്, MP3 എന്നായി. ഇനി നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ഗാലറി നിന്ന് തിരിച്ചറിയണമെങ്കിൽ അതിന് കണക്കാക്കില്ലേ ആ വീഡിയോൻ്റെ അല്ലെങ്കിൽ ആ ഓഡിയോൻ്റെ പേര് ഇവിടെ എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് എന്താണെന്ന് വെച്ചാൽ അത് എഴുതി കൊടുക്കുക. ഞാനിപ്പോൾ അത് എഴുതുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ എഴുതിയാൽ മതി. എന്നിട്ട് ഇവിടെ റീനെയിം കൊടുക്കുക. റീനെയിം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ചില ഫോണിൽ ആ ചേഞ്ച് എന്ന് വരും, ചില ഫോണിൽ റീനെയിം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആയിക്കോളും. ഇതിൽ ചേഞ്ച് കൊടുത്ത് ഇപ്പോൾ ആ വീഡിയോ നമ്മളെ ഗാലറിയിലില്ല, വീഡിയോ പോയി. ഇനിയിപ്പോൾ അതെവിടെ ഉണ്ടാകുക? ഓഡിയോ എന്നുള്ള ഭാഗം എടുത്തു കഴിഞ്ഞാൽ മേലെ തന്നെ MP3 6.57 MB ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. നമ്മൾ കേട്ടോ, നമുക്കത് ഷെയർ ചെയ്യുകയോ എന്ത് വേണേലും ചെയ്യുക. അത് നമ്മളെ ഫോണിൽ സേവ് ആയി കഴിഞ്ഞ്. ഇനിയിപ്പം നിങ്ങൾക്ക് ഇത് വീഡിയോ തന്നെ ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതൊന്ന് ലോങ് പ്രസ് ചെയ്യുക. നേരത്തെ എടുത്ത പോലെ തന്നെ ആ റീനെയിം ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് MP3 എന്നുള്ളത് മായ്ച്ചിട്ട് MP4 ആക്കി കൊടുക്കുക, റീനെയിം കൊടുക്കുക, ചേഞ്ച് കൊടുക്കുക. അത് വീഡിയോ ആയി മാറി. ഇനി പോയി നോക്കുക. വീഡിയോ എന്നുള്ള എടുത്താൽ ആ വീഡിയോ അവിടെ വന്ന്. ഇതിനെ കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് പറഞ്ഞിട്ടെ, നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടൊക്കെ ഉള്ള എന്തെങ്കിലും വീഡിയോ ഒക്കെ ഗാലറിയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ കുട്ടികളോ മറ്റാരെങ്കിലും എടുക്കുന്ന ഫോണാണെങ്കിൽ അവരെ ഒന്നും കയ്യിൽ കിട്ടാണ്ട് ആർക്കും തുറക്കാനാവാണ്ട് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള നല്ലൊരു ഓപ്ഷനാണ് ആവശ്യക്കാർ യൂസ് ചെയ്യുക. ആവശ്യക്കാർ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഈ പറഞ്ഞിരുന്ന എല്ലാ കാര്യവും നല്ല കാര്യത്തിന് മാത്രം ഉപയോഗിക്കുക കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാവട്ടെ. നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ടേ. ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് അങ്ങ് കൊടുത്തേക്കും, നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയോ. താങ്ക് യു സോ മച്ച്.